ഭയങ്കര ട്രാൻസ്ഫോർ ഒരു കോമണർ കാണുന്നത് അതിനെ കുറിച്ച് നല്ലതല്ലേ? എനിക്ക് ആക്ച്വലി ഞാൻ അനീഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അനീഷിന്റെ ഒരു മെസ്സേജ് 2023 കിടപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ ഒരു മനുഷ്യൻ അത്രയും അതിനുവേണ്ടി ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിലേക്ക് പോകുന്ന ആഗ്രഹമുണ്ട്. സോ എങ്ങനെ വിളിക്കും? ഞാൻ സത്യം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മെസ്സേജ് കണ്ടത് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ അനീഷിന് അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അഖിൽമാരാണ് റീസെന്റ് പറഞ്ഞ് ഞാൻ കേട്ടത്. എനിക്ക് ആ മെസ്സേജ് കിടപ്പുണ്ട്. അവർ 2023 ട്രൈ ചെയ്തിട്ട് 2025 ആയപ്പോൾ പുള്ളിയെ കയറി. അതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മൾ ഏത് ആഗ്രഹം സാധിക്കും. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് അനീഷ്. PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു. 50,000 ബാക്കിയുള്ളതാണ് കള്ളം പറഞ്ഞു. നമ്മൾ ആകെ എനിക്ക് വന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ അതിന് കള്ളം പറഞ്ഞാണോ? കള്ളം പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് അല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്ത് ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ആകെ തന്ന കാശാട്ടോ പോകുന്നതിന് കണ്ടോ. ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ്. ഈ ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങി. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഫിനാലേക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ ടൈറ്റിൽ ട്രോഫി അനുമോളാണ് സ്വന്തമാക്കിയത്. എന്നാൽ വിജയകിരീടം ചൂടിയ അനുമോൾക്കൊപ്പം ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷിന്റെ യാത്രയും മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. എന്നാൽ ഇതിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് അനുമോളുടെ PR. അനുമോൾ PR കൊടുത്താണ് ഈ ഒരു കപ്പ് സ്വന്തമാക്കി എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് വരുന്നത്. അനുവിന്റെ PR എന്ന് പറയുന്നത് വിനു ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് വിനുവും അനുവും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. രണ്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് അനു പറയുന്നു PR-ന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയ്ക്കാണ് പറഞ്ഞത്, 50,000 രൂപയെ കൊടുത്തു എന്ന് പറയുന്ന സ്ഥാനത്താണ് ഇവിടെ അനു പറയുന്നത് പച്ചക്കള്ളമാണ്, അവൾ പറയുന്നത് കള്ളമാണ്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് സഹിതമാണ് വിനു അത് പറഞ്ഞത്. കാരണം ഇത്ര രൂപയെ എനിക്ക് തന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് ആദ്യം പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് ഈ അനുവിന് കിട്ടിയ നേട്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിഗ് ബോസ് വിജയായിട്ടുള്ള അനുമോളിന് 1 കോടി രൂപയുടെ നേട്ടം വന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് എങ്ങനെയെന്ന് വെച്ചാൽ സമ്മാന തുകയേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു മത്സരാർത്ഥി എന്ന കൗതുകം കൂടിയുണ്ട് അനുമോളുടെ കാര്യത്തില്. കാരണം ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനുമോളാണ്. പ്രതിദിനം 65,000 രൂപ എന്നുള്ള കണക്കിലാണ്. അതായത് 100 ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ തന്നെ പ്രതിഫലമായി മാത്രം ലഭിക്കുന്നത് ഏകദേശം 65 ലക്ഷം രൂപയാണ്. ഈ പ്രതിഫലം നികുതി ഇളവുകൾക്ക് വിധേയമായിരിക്കും. അതുപോലെ തന്നെ വിജയ്ക്ക് പ്രഖ്യാപിച്ച 50 ലക്ഷം രൂപയിൽ നിന്ന് ഈയിടയ്ക്ക് ഒരു ബിഗ് ബാങ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുകയുണ്ടല്ലോ, അത് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള 45,4 ലക്ഷം രൂപയാണ് അനുമോൾക്ക് ക്യാഷ് പ്രൈസിൽ ലഭിക്കുന്നത്. ഈ സമ്മാന തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം 30% വരെ നികുതി നൽകേണ്ടി വരും. ശമ്പളത്തിന് അതുപോലെ ക്യാഷ് പ്രൈസിന് പുറമെ തന്നെ വിജയ്ക്ക് ഒരു സർപ്രൈസ് സമ്മാനമായിട്ട് മാരുതി വിക്ടോറിയസ് കാറും ലഭിച്ചു. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 12 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ വരെയാണ്. ഈ നേട്ടങ്ങളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് ഏതാണ്ട് 1 കോടി രൂപയോളം മൂല്യമുള്ള സമ്മാനങ്ങളുമായാണ് അനുമോൾ പുറത്തിറങ്ങുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ അനീഷിനുമുണ്ട് കേട്ടോ. ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആകാനുള്ള ആ ഒരു ട്രോഫി നേടാനായില്ലെങ്കിൽ പോലും ബിഗ് ബോസ് മലയാള ചരിത്രത്തിലെ തങ്ക ലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായിട്ട് ഫിനാലയിലേക്ക് എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്യുന്ന കോമണർ ഉള്ള റെക്കോർഡാണ് അനീഷ് സ്വന്തമാക്കിയത്. 100 ദിവസത്തെ ഷോ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ട നിരവധി സമ്മാനങ്ങളും അനീഷിന് ലഭിച്ചു. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രകടനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഷോയുടെ സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൃഹ ഉപകരണങ്ങളും അനീഷിന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു വലിയ നേട്ടമാണ്. ഇതിന് പുറമെ സർപ്രൈസ് ആയിട്ട് സമ്മാനമായിട്ട് 2 ലക്ഷം രൂപ വിലയുള്ള ഒരു ഗാലക്സി ഫോൾഡ് 7 മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റ് മത്സരാർത്ഥികളെ പോലെ തന്നെ 100 ദിവസത്തിനുള്ള പ്രതിഫലവും അനീഷിന് ലഭിക്കും. ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. സാധാരണക്കാരനായി എത്തി സെലിബ്രിറ്റി ആയിട്ട് തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണ് 360 ഡിഗ്രിയിൽ മാറാൻ പോകുന്നത്.
പ്രശസ്തിയും ജനസമ്മതിയും വഴി സിനിമ, സോഷ്യൽ പരസ്യങ്ങൾ, മറ്റു പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി കാത്തിരിക്കുന്നു. ബിഗ് ബോസിലെ ഈ നേട്ടങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതിലാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് അനുമോളിനും അനീഷിനും കിട്ടിയിരിക്കുന്ന സമ്മാന തുകയും അതുപോലെ ക്യാഷ് പ്രൈസിനൊക്കെ പുറമെയുള്ള മറ്റ് എന്താ പറയുക അവർക്ക് ലഭിച്ച ആ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ അനുമോൾ 1 കോടിയിലധികം വരെ ഇവിടെ സമ്മാനിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഇതിനിടയിൽ നമ്മൾ PR-ന്റെ 16 ലക്ഷം പുറത്തു വരുന്നത്. മുൻപ് ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് 16 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചത് വലിയൊരു തുക തന്നെയാണ്. ഇപ്പോൾ അനുവിന് അതറിയാം, അത് വലിയ തുകയൊന്നുമല്ല. ജയിച്ചു കഴിഞ്ഞാൽ 1 കോടി മാത്രമല്ല, അതിൽ കിട്ടുന്ന ഫെയിമും ഉദ്ഘാടനങ്ങളും അതുവഴി കിട്ടുന്ന ഒരുപാട് അവസരങ്ങൾ തന്നെയാണ്. ഈ 16 ലക്ഷമൊക്കെ അതായത് ഒരു 5 ഉദ്ഘാടനത്തിന് പോയാൽ പോലും ആ ഒരു 16 ലക്ഷം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അനുവിനെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ പുറത്തു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളും വിനു പറയുന്ന രണ്ടും ഓപ്പോസിറ്റ് രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ അനുമോൾ ഇപ്പോൾ കള്ളം പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ശരിക്കും അനുമോളിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു കപ്പ് നേടിക്കൊടുത്തത്. പക്ഷെ അനുമോൾ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ജെന്യുവൻ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് അവരവർ ചെയ്യേണ്ടതാണ്. അനുമോള് ഏഷ്യാനെറ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് 1 ലക്ഷം രൂപ PR മൊത്തത്തിലും വിനുവിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ വിനു ഇപ്പുറത്ത് എന്ന് പറയുന്നത് അതായത് സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത്ര പൈസയെ തന്നിട്ടുള്ളൂ എന്നുള്ളത്. സമാപിച്ച ഈ ഒരു ടൈമിൽ തന്നെ പല കണക്കുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫൈനലിലെ വോട്ടിങ്ങിലെ കണക്ക് കഴിഞ്ഞ ദിവസം അഖിൽ മാരാറ് അൺഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 57% വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളതെന്നും ബാക്കിയുള്ള 43% വോട്ടാണ് അനീഷിന് കിട്ടിയിട്ടുള്ളത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇത് പുള്ളിക്കാരൻ പറയുന്ന കാര്യമാണ്, അല്ലാതെ ഒഫീഷ്യലി വന്ന വോട്ടിംഗ് കണക്കല്ല കേട്ടോ. നമ്മുടെ അനുമോൾക്ക് പെർ ഡേ 65,000 വെച്ചൊക്കെയാണ് ഇതിൽ കിട്ടുന്നതെന്ന് പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിലെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയതാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. എല്ലാവർക്കും അറിയാലോ, പുള്ളിക്കാരൻ ഒരു ദിവസം തനിക്ക് എത്രയായിരുന്നു ബിഗ് ബോസ് നൽകിയിരുന്നതെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. വരെ പറയാത്തൊരു കാര്യം പറയാം, ബിഗ് ബോസിൽ ഡെയിലി റെമ്യൂണേഷൻ എത്രയായിരുന്നു? അത് ഞാൻ പറയില്ല. സായി ബാർഗൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പെർ ഡേ 25, 55 കമ്പനിയിൽ കൊടുക്കൂട്ടെ. 55 അങ്ങനെ 55,000 വെച്ചാണ് സായിക്ക് കിട്ടിയിട്ടുള്ളത്. 50,000-ന് മുകളിലുണ്ട്, പക്ഷെ കൃത്യമായിട്ടുള്ള കണക്ക് സായി പറയുന്നില്ല. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ 65,000 അല്ല അതിനും മുകളിൽ കിട്ടാനുള്ള യോഗ്യത അനുമോൾക്കുണ്ട്. അപ്പം ഇവരുടെയൊക്കെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ അനുമോളിന് 1 കോടിയിലധികം തന്നെ ഈ ഒരു പൈസ സമ്മാന തുക കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കണക്ക് നോക്കുമ്പോൾ 16 ലക്ഷം രൂപ PR-ന് കൊടുക്കാൻ വല്ല പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പാടും ഇല്ലല്ലേ. സിമ്പിൾ ആയിട്ട് തന്നെ 16 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആ ഒരു PR-നെ സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്നും വലിയ പ്രശ്നമല്ല. അതുമല്ല, ഇതിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5 ഉദ്ഘാടനം സെറ്റ് ചെയ്താലേ മതിയല്ലേ. അതും ഓക്കെയാവും. അതും ഈ ഒരു 16 ലക്ഷം അതിന്റെ വഴിക്ക് തന്നെ പോകും. ഇതൊരു ലാഭം തന്നെയാണ് അനുമോളിനെ ഇത് സംബന്ധിച്ച് നോക്കും. കഴിഞ്ഞ ദിവസം അനുമോളുടെ ഇന്റർവ്യൂ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അനുമോൾ അതിലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ. റീഎൻട്രി ഉണ്ടായില്ലേ? റീഎൻട്രി എല്ലാവരും അതെ. അതും ഒരു 7 പണിയായിരുന്നല്ലേ? അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഒരു എനിക്കത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അത് നമ്മളൊക്കെ മനുഷ്യരല്ലേ, പോട്ടെ. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. പുറമെ ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഒരാളെ നമ്മൾ സബ്മിറ്റ് ഇപ്പൊ ഞാനാണ് ഔട്ടായി വിചാരിച്ചോളൂ. എനിക്ക് കിട്ടാത്ത ഒരാൾക്ക് കിട്ടിക്കോട്ടെ. ഇപ്പൊ PR ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ അനു എന്നുള്ളൊരു കുട്ടീൻ്റെ അടുത്ത് വന്നു, ഒരു കണ്ടസ്റ്റന്റ് വന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ PR ഒരിക്കലും എന്താ പറയുക ജയിപ്പിച്ചെടുക്കാൻ എത്ര ലക്ഷം കഴിഞ്ഞാൽ 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും സരിച്ച് PR എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ ഈ റീ എൻട്രി വലിയ രീതിയിൽ പ്രശ്നമായ ഒരു സംഭവമായിരുന്നു. നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് തൊട്ട് മുമ്പേ ഉള്ള 2-3 ദിവസങ്ങളിൽ ഇവരെ വന്ന് അങ്ങോട്ട് കയറിയതും ആ ഒരു BB ഹൗസിന്റെ അന്തരീക്ഷം തന്നെ ആകെ മാറി മറിഞ്ഞു. ശരിക്കും എല്ലാവരും കൂടെ ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം പുറത്തു പോയപ്പോൾ ഈ ഒരു എന്താ പറയാ നെഗറ്റീവും വിമർശനങ്ങളും കമന്റ്സും മറ്റ് സൈബർ അറ്റാക്കും ബുള്ളിങ് എല്ലാം അനുഭവിച്ചത് ഈ പുറത്തു പോയ ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർ അകത്ത് കയറിയപ്പം അതിന്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷെ ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അനുമോളിന്റെ ഫേവറിലേക്ക് അത് വന്നു വീണു. കാരണം അത്രത്തോളം സിമ്പതിയാണ് ജനങ്ങളുടെ ഇടയിൽ അനുമോൾക്ക് കിട്ടിയത്. കപ്പ് ഈസി ആയിട്ട് തൂക്കാനേ പറ്റി, വോട്ടും കിട്ടി, കപ്പും ഈസി ആയിട്ട് തൂക്കി. ഇതിനിടയിൽ പാവം അനീഷിന്റെ കാര്യമോ, അനീഷ് കഴിഞ്ഞ ആ ഒരു റീഎൻട്രിക്ക് മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു. ഇവരുടെ റീഎൻട്രിയോട് കൂടി തന്നെ ആക്ച്വലി
ഈ ഒരു PR വർക്ക് എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവര് തന്നെയാണ് അനുവിന്റെ PR, യഥാർത്ഥ PR എന്ന് പറയും. കാരണം മുന്നിൽ നിന്ന അനീഷിനെ പിറകിലോട്ട് ആക്കിയതും ഈ ഒരു റീ എൻട്രിക്കാർ തന്നെയാണ്. എന്തായാലും PR-മായി ബന്ധപ്പെട്ട് അനുമോൾ ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സരിച്ച് പിആറിന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം. ഇല്ല ഒരിക്കലും. കാരണം ഞാൻ PR-ന് കൊടുത്തത് 1 ലക്ഷം രൂപയാണ് കേട്ടോ. ആ 1 ലക്ഷം രൂപ പോലും തികച്ചു കൊടുക്കില്ല എന്നാണ് അനുമോൾ പറയുന്നത്. കാരണം ഞാൻ പിശുക്കിയാണെന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. എന്നാൽ ഈ അനുമോൾക്ക് PR ചെയ്ത വിനു ഉണ്ടല്ലോ, വിനു പറയുന്നതെന്ന് വെച്ചാൽ ശൈത്യയുടെ PR 30 ദിവസത്തേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശൈത്യയുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടും ശൈത്യനെ സേവ് ആക്കാൻ പറ്റിയില്ല. ഈ 1.5 ലക്ഷം രൂപ വന്നാൽ എനിക്ക് 1 മാസത്തേക്കാണ്. മനസ്സിലായോ? എനിക്ക് 100 ദിവസം 1.5 ലക്ഷം രൂപയ്ക്ക് 100 ദിവസത്തേക്ക് ഈ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല പോലും. അങ്ങനെയുള്ള ഇവന് 1 ലക്ഷം രൂപ വാങ്ങിച്ച് അനുമോൾക്ക് 1 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തു കൊടുത്തു പോലും. ശരിക്കും ഈ പറയുന്നത് തമ്മിൽ വളരെ വൈരുദ്ധ്യം തന്നെയുണ്ട്. അനുമോൾ പറയുന്നതല്ല ഇവിടെ വിനു പറയുന്നതും. അല്ലെങ്കിൽ പുള്ളി കാണിച്ചു എന്നെ ജയിപ്പിക്കുന്ന ആത്മാർത്ഥം കൊണ്ട് ഒരുപാട് ജനങ്ങൾ എനിക്ക് അറിയാത്തവരും കൂടി ആളായി. ഇവിടെ അനുമോൾക്ക് വിനുവിനെ അറിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വിനു പറയുന്നതൊന്ന് കേട്ടു നോക്കി. ഇപ്പൊ ഞാൻ അനുമോളുടെ എന്താ പറയാ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള, ഞാൻ ആ ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വിനു പറയുന്നത് കേട്ടോ, ഞാൻ അനുമോളായിട്ട് നല്ല ക്ലോസ് ആണെന്നുള്ള. അപ്പം അനുമോൾ പറയുന്നതല്ല ഇവിടെ വിനു പറയുന്നത്. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അനുവിന്റെ ഭാഗത്ത് ശരിയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. ഒരു 16 ലക്ഷം രൂപയൊക്കെ കൊടുത്താൽ ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു കപ്പും കൊണ്ടുവരാൻ സാധിക്കുമോ? അത്രയ്ക്ക് അധപതിച്ചതാണോ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്? അപ്പൊ ശരിക്കും ഇതുപോലെയുള്ള കുറെ അലിഗേഷൻസ് ആണ് ഇവിടെ. ഇപ്പം നമുക്ക് പറയാനുള്ളത് അനുമോൾ ഒന്ന് ജെനുവിൻ ആയിട്ട് നിൽക്കുക. ഇപ്പം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എത്ര രൂപ കൊടുത്തു എന്ന് നേരായ രീതിയിൽ പറയുക. ഇപ്പൊ പൈസ കൊടുത്ത് വന്നെന്ന് പറഞ്ഞ ജനങ്ങൾ ആരും തെറ്റിദ്ധരിക. പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ അനു പറയുന്നത് കള്ളത്തരമാണ് എന്ന് പുറത്തറിഞ്ഞാൽ ഇതിനേക്കാളും ബാഡ് ഇമ്പാക്ട്സ് തന്നെയായിരിക്കും അനുവിനെതിരെ വരുന്നത്. അനുവിന്റെ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ പോലും അനുവിന് എതിരെയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. RJ ബിൻസി തന്നെ ഇറങ്ങിയിട്ട് പറയുന്നതും അനു PR-ന്റെ ബലത്തിലാണ് ഈ ഒരു കപ്പ് നേടിയത്, അനീഷിനായിരുന്നു അതിനുള്ള യോഗ്യത. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഏറ്റവും യോഗ്യതയുള്ള ആള് അനീഷിനാണ് എന്ന് തോന്നിപ്പോകും. ഇപ്പം അനീഷ് ഒരു കോമണേഴ്സ് എന്ന പേരിലല്ല, അനീഷ് നന്നായിട്ട് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു.